ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ നിപ്പാൻ്റെ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒന്ന് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ക്യാപ്ചർ ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് ബീഫ്, പിന്നെ അരിഞ്ഞു വെച്ച തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തൈരും, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ചപ്പ് പുതിനയും അരിഞ്ഞും കൂടി ചേർക്കണം. പിന്നെ അതിനുശേഷം കുറച്ച് എമൗണ്ടിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെക്കണം. അതിനുശേഷം മൊത്തമായിട്ട് മിക്സ് ചെയ്യണം. അത് ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്ത് വെക്കണം. ആ ഒരു ടൈമിൽ നമുക്ക് ക്യാരറ്റും ഉള്ളിയും പുതിനയും അത് കുറച്ചും പാടെ അരിഞ്ഞു വെക്കാം. പിന്നെ ഒരു പാൻ എടുത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കട്ട് ചെയ്ത സവാള വഴറ്റിന് ശേഷം നമുക്ക് കറിവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ ക്യാരറ്റും പുതിനയും ചപ്പും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഏലക്കായും പിന്നെ പട്ട അതൊക്കെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ പിന്നെ ചുടുവെള്ളം അതിലോട്ട്, നല്ല തിളച്ച വെള്ളം അതിലോട്ട് നമ്മൾ ഒഴിക്കണം. നമ്മൾ മാറ്റി വെച്ച ആ ഒരു സംഭവം ഇതെങ്ങനെ ഒന്നും ഒഴിക്കാത്ത നമ്മൾ ഇത്രയും ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ബിരിയാണി മസാല പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ വെച്ച പാനിലേക്ക് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് പാനൊന്ന് മാറ്റിയിട്ടുണ്ട് നമ്മൾ ആ ബീഫിൻ്റെ ഇതുള്ളത്. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മളിത് റൈസ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ മസാലയിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ആ റൈസിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും ചപ്പൊക്കെ അതിൻ്റെ മേലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.